നമുക്കിന്ന് ചായക്കടയിലൊക്കെ കിട്ടുന്നത് പോലത്തെ പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് നമുക്ക് നിറത്തിന് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് കൂടി, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അല്ലെ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസും ആകാൻ പാടില്ല, ഒരുപാട് തിക്കും ആകാത്ത രീതിയിൽ. പഴംപൊരി ഉണ്ടാക്കുന്നതിന് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ തിരഞ്ഞെടുക്കണം. ഞാനൊരു 3 പഴം എടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് കട്ട് ചെയ്യാം. പഴത്തിൻ്റെ 2 വശവും കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത്. നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പഴംപൊരി ഉണ്ടാക്കുന്നതിന് സ്ലൈസായിട്ട് നീളത്തിൽ തന്നെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല 4ആയിട്ട് വട്ടം കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ 4ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാൻ 2 രീതിയിലും എടുത്തിട്ടുണ്ട്, നീളത്തിലും എടുത്തിട്ടുണ്ട്, വട്ടം മുറിച്ചിട്ടും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് നമുക്ക് കുറച്ച് മാവെടുത്ത് ഒരു തുള്ളി ഒഴിച്ച് നോക്കാം. അപ്പോൾ മാവ് ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ നമ്മുടെ പഴത്തിൻ്റെ പീസും എടുത്ത് മാവിൽ മുക്കി എണ്ണയിൽ വറുത്തെടുക്കാവുന്നതാണ്. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കത് മറിച്ചിട്ടെടുക്കാം. നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ പഴംപൊരി ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനിത് കോരിയെടുക്കാം.